അല്ലാഹ് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വേണം അല്ലാഹ്, നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് വേണം അല്ലാഹ്. ഞങ്ങൾ ഈ സാധുവായ ഞാനടക്കം ഈ മജ്‌ലിസിലുള്ള ഓരോ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിന്റെ റിള മാത്രമാണ് റബ്ബേ പ്രതീക്ഷ. നിന്റെ പൊരുത്തം കിട്ടണം അല്ലാഹ്. ഞങ്ങൾ ഇബാദത്ത് കുറഞ്ഞവരാണ് അല്ലാഹ്, ഇൽമു കുറഞ്ഞവരാണ് അല്ലാഹ്, അമൽ കുറഞ്ഞവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് ആകെ ഉണ്ട് എന്ന് പറയാൻ അല്ലാഹുവേ, നീ സ്നേഹിച്ച ആദരിച്ച നീ വലിയ സ്ഥാനങ്ങൾ കൊടുത്ത നിന്റെ മഹാന്മാരായ ആളുകളുണ്ടല്ലോ, അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അല്ലാഹ്. അവരുടെ സൈഡിലൂടെ ഓരത്തൂടെ പോയാൽ ഒരു ഫാത്തിഹ ഓതാതെ ഞങ്ങൾ പോകാറില്ല, ഒരു സലാം പറയാതെ പോകാറില്ല അല്ലാഹുവേ. ഈ മജ്‌ലിസിൽ തന്നെ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് അവരുടെ ഓരോ ശ്വാസവും സലാത്ത് കൊണ്ട് കഴിയുന്നവരുണ്ട്. അതൊക്കെ നിന്റെ മഹത്തുക്കളോടുള്ള സ്നേഹമാണ് അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. ഇതൊന്നും ചോദിക്കാൻ ഒരു അർഹതയും ഞങ്ങൾക്കില്ല റഹ്മാനേ. അത്രമാത്രം കൽബ് കറുത്തുപോയ മോശപ്പെട്ടവരാണ് റഹ്മാനേ. ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഒരിക്കലും ചെയ്യല്ലെന്ന് പറഞ്ഞ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. നീ ചൊല്ലിയ ലാ ഹൗല, നിന്റെ പൊരുത്തം കിട്ടി നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയാക്കി നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ ഇഷ്ടം വേണം അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുത്താൽ പിന്നെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒന്നിന്റെയും ആവശ്യമില്ല അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രാജാവായി ജീവിക്കണം. ദുനിയാവിലും റഹ്മാനേ നിന്റെ മുന്നിൽ കുനിക്കുന്ന ഈ തല ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും കുനിപ്പിക്കല്ല അല്ലാഹ്. നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈ ഒരാളുടെ മുന്നിലും പോയി നീട്ടേണ്ട അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്. നിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്, നിന്റെ ഇഷ്ടം നൽകണേ അല്ലാഹ്.